നമസ്കാരം. മലയാളത്തിലെയും എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് ഒരു വടക്കൻ വീരഗാഥ. അതിലൊരു സംശയവുമില്ല എന്ന് നമുക്ക് പറയാം. പുതിയ പതിപ്പിന്റെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞ ദിവസം അമ്മയുടെ ഓഫീസിൽ നടന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാവരും കൈയടിക്കുകയും അതേപോലെ ആവേശഭരിതരായി കാത്തിരിക്കുകയുമാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവർ ചേർന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്തു. MT സാറിന് പത്മവിഭൂഷൺ കിട്ടിയ ദിവസം അദ്ദേഹത്തിന്റെ ക്ലാസിക് സിനിമകളിൽ ഒന്നായി റിലീസ് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ സാധിച്ചത് സന്തോഷമെന്ന് മോഹൻലാൽ ഇതിനുശേഷം പറയുകയുണ്ടായി. ചിത്രത്തിൽ അഭിനയിച്ച വിനീത് കുമാർ, ജോമോൾ, രാമു എന്നിവർ സന്നിഹിതരായിരുന്നു. അന്തരിച്ച നിർമ്മാതാവ് PV ഗംഗാധരന്റെ മക്കളായ ഷെനുക ജയതിലക്, ഷെർഗ സന്ദീപ് എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. മാതൃഭൂമി ഡയറക്ടറും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന PV ഗംഗാധരൻ MT വാസുദേവൻ നായർക്കും ഹരിഹരനും മമ്മൂട്ടിക്കൊപ്പം ചേർന്ന ഇപ്പോൾ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിലൂടെ മലയാളത്തിന് സമ്മാനിച്ച മികവുറ്റ സിനിമകളിൽ ഒന്നായ ഒരു വടക്കൻ വീരഗാഥയുടെ വിശേഷം പുറത്തുവരുന്നു. പുതിയ കാലത്തിന്റെ ദൃശ്യ ശബ്ദ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ചിത്രം ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നത് PV ഗംഗാധരന്റെ ആഗ്രഹമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഷെറിനും മക്കളും S-Cube ഫിലിം സാരഥികളൊക്കെ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഷെനുക, ഷെക്ന, ഷർഗ എന്നിവരും പറയുന്നുണ്ട്. 1989 ആദ്യമായി തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വലിയ വിജയമായിരുന്നു ഈ സിനിമ സ്വന്തമാക്കിയത്. ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി, മാധവി, ബാലൻ K നായർ, ക്യാപ്റ്റൻ രാജു എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത്. K രാമചന്ദ്രൻ ബാബു ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിനായി ബോംബെ രവി സംഗീതമൊരുക്കി. MS മണിയായിരുന്നു ഇതിന്റെ എഡിറ്റിംഗ്. ദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രം കൂടിയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി നേടിയപ്പോൾ മികച്ച തിരക്കഥ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ, മികച്ച വസ്ത്രാലങ്കാരം എന്നീ മേഖലകളിലും ചിത്രം നേട്ടം സ്വന്തമാക്കി. കൂടാതെ 8 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ചിത്രം നേടിയിട്ടുണ്ട്. ഫെബ്രുവരി 7-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് ഇപ്പോൾ എത്താൻ പോകുന്നത്. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്കുള്ള ആദരം കൂടിയാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നതിലൂടെ അറിയിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങൾ ക്ലാഷ് റിലീസ് ചെയ്തത് കാത്തിരുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നിരാശയായിരുന്നു. ഡൊമിനിക് ഇറങ്ങുകയും തുടരും ഇറങ്ങാതിരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇതാ ഫെബ്രുവരിയിൽ തന്നെ വടക്കൻ വീരഗാഥ എത്തുന്നു. അപ്പോഴും മോഹൻലാൽ സിനിമകളൊന്നും തന്നെ ഇല്ല. സിനിമയുടെ റിലീസ് തന്നെ ജനുവരി 30 ഉണ്ടാകില്ല എന്നാണ് തുടരുമിന്റെ അപ്ഡേറ്റ് പറയുന്നത്. എമ്പുരാനാകും ഈ വർഷം ആദ്യം പുറത്തിറങ്ങാൻ പോകുന്ന മോഹൻലാൽ ചിത്രം എന്ന വിവരത്തിൽ പറയുന്നു. മലയാള സിനിമ യൂട്യൂബിലേക്ക് ഒഴുകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറിയത് ഇതുകൊണ്ടാണെന്നും പറയുന്നു. 2009 ഇപ്പോൾ ഇറങ്ങിയ സാഗർ ഏലിയസ് ജാക്കിക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി വീണ്ടും ഒന്നിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം എന്നതാണ് തുടരുമിന്റെ പ്രത്യേകത. ജനുവരി 30 റിലീസ് ചെയ്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ നിരാശയാണ് എല്ലാവർക്കും. ചിത്രത്തിന്റെ OTT ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൊണ്ട് നീണ്ടുപോയത് കൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ വർദ്ധിച്ചതെന്ന് പറഞ്ഞു. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന എമ്പുരാന് ശേഷമേ തുടരും എന്ന സിനിമ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ അറിയിച്ചത് പ്രതീക്ഷിച്ച് നിരവധി പേർ ഉണ്ടായിരുന്നുവെന്ന് പറയാം.